ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എക്സോഡസ് റേസസിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നമ്മുടെ ക്ലാസിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, നമ്മുടെ ക്ലാസ് ഇതുവരെ കൊടുത്തു വന്നിരുന്നത്, ഇനി നമ്മൾ കൊടുക്കുന്ന ക്ലാസ്സുകൾ എങ്ങനെയാണ്, അതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്നാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ അല്ലെങ്കിൽ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ആദ്യം തന്നെ ഒരു കാര്യം പറയാം. നമ്മുടെ കേസസ് ആക്ടിലെ അതായത് സെക്ഷൻസിന്റെ അമെന്റ്മെന്റ് നടന്നിട്ടുണ്ട്, റൂളിലെ അമെന്റ്മെന്റ് നടന്നു. ഫെബ്രുവരി 15 നടക്കുന്ന എക്സാമിന് ആക്ടിലെ അമെന്റ്മെന്റ്, അതായത് ഈ റൂളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അമെന്റ്മെന്റുകൾ ബാധകമല്ല എന്ന് നമ്മുടെ ബോർഡ് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പക്ഷേ സെക്ഷൻസിലെ അമെന്റ്മെന്റ് കൃത്യമായിട്ട് നമ്മൾ പഠിക്കണം. നിങ്ങൾക്കറിയാം, നമ്മൾ നവംബർ 15 നമ്മുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തത്. നവംബർ 15 നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, നമ്മൾ അമെന്റ്മെന്റ് ഉൾപ്പെടുത്തിയുള്ള ക്ലാസ്സുകളാണ് കൊടുക്കുന്നത്. ആ പറഞ്ഞ പ്രകാരം തന്നെ കൃത്യമായിട്ട് അമെന്റ്മെന്റ് ഉൾപ്പെടുത്തിയുള്ള ക്ലാസ്സുകൾ, അതുമായി റിലേറ്റ് ചെയ്ത് ഓരോ ക്ലാസ് കഴിയുമ്പോൾ അതിന്റെ എക്സാംസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മോഡൽ എക്സാം നമ്മൾ കൊടുത്തു, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കൊടുത്തു. ആ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏതാണ് അമെന്റ്മെന്റ് വന്നത്, ഏത് ചോദ്യമാണ് നിങ്ങൾ മാറ്റി പഠിക്കേണ്ടത് എന്നുള്ള ഡയറക്ഷൻസ് എല്ലാം നമ്മൾ കൊടുത്തു, ഷോർട്ട് നോട്ടുകളെല്ലാം കൊടുത്തു പോന്നു. അതെങ്ങനെയായിരുന്നു എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത്. നമുക്ക് നോക്കാം. നമ്മുടെ ആപ്ലിക്കേഷൻ്റെ അകത്ത് ലോ എന്ന് പറയുന്ന ഫോൾഡർ ഉണ്ടാവും. അതായത് അക്കൗണ്ടിങ്, ബാങ്കിങ്, കോർപ്പറേഷൻ, ഇംഗ്ലീഷ്, എക്സ്ട്രാ നോട്ട്, GK, ലോയർ, അതുപോലെ മാത്സിന്റെ ക്ലാസ് റൂമുകളെല്ലാം ഇങ്ങനെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ലോയാണ് വേണ്ടതെങ്കിൽ ലോയുടെ ക്ലാസ് റൂം സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് പല ഓപ്ഷൻസ്, നിങ്ങൾ മൊബൈൽ ഫോണിൽ അവൈലബിൾ ആണ്, ലാപ്ടോപ്പിലും അവൈലബിൾ ആണ് ഈ ആപ്ലിക്കേഷൻ. റെക്കോർഡ് ക്ലാസ്, ടെസ്റ്റുകൾ, നോട്ടീസ് ബോർഡ്, സ്റ്റഡി മെറ്റീരിയൽസ് എന്ന് പറഞ്ഞ് പലത് കാണാം. അതായത് ലോയുടെ ക്ലാസ് റൂമിൽ കഴിഞ്ഞതിന് ശേഷം നമുക്കിപ്പോൾ സ്റ്റഡി മെറ്റീരിയൽ, നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സ്റ്റഡി മെറ്റീരിയൽ എങ്ങനെയാണെന്ന് പരിശോധിക്കാം. നമ്മൾ സ്റ്റഡി മെറ്റീരിയൽ എടുത്തു കഴിയുമ്പോൾ സ്റ്റഡി മെറ്റീരിയലിനകത്ത് ലൈവ് ക്ലാസ്, ലോയുമായി ബന്ധപ്പെട്ട ലൈവ് ക്ലാസ് കൊടുത്തതിന്റെ നോട്ടുകളാണ് ഈ ഫോൾഡറിലുള്ളത്. ഇതിൽ കാണാം എക്സോഡസ് ക്ലാസ് എക്സാം എന്നാണ് ഇട്ടേക്കുന്നത്. അതായത് നമ്മൾ ഓരോ ക്ലാസ് കഴിയുമ്പോൾ അതിന്റെ എക്സാം കണ്ടക്ട് ചെയ്യാറുണ്ട്. ആ എക്സാംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ, ആൻസർ ഷീറ്റ് ആണ് ഇതിൽ വരുന്നത്. നമുക്ക് നോക്കാം നോട്ട് എങ്ങനെയാണ്, സ്റ്റഡി മെറ്റീരിയൽ എങ്ങനെയാണെന്ന് പരിശോധിക്കാം. നോക്കിയേ, ഓരോ ദിവസത്തെ ഡേറ്റ് കൊടുത്ത് 8/2/2025, 5/2/2025, 4/2/2025 ഓരോ ദിവസത്തെ ക്ലാസ്സുകൾ നമ്മൾ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. 15 നവംബർ 15 ക്ലാസ്സിലെ നോട്ടാണ് ഈ കൊടുത്തിരിക്കുന്നത്. ക്ലാസ് നമ്പർ 1, 2, അതുപോലെ ക്ലാസ് നമ്പർ 3 നോട്ട്, ക്ലാസ് നമ്പർ 4 നോട്ട്, ക്ലാസ് നമ്പർ 5 നോട്ട്, ഓരോ ദിവസം ക്ലാസ് നടത്തി അതുമായി ബന്ധപ്പെട്ട നോട്ടുകൾ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ നോട്ടിന്റെ ഒരു പ്രത്യേകത, നവംബർ 15 ക്ലാസ് തുടങ്ങിയത്, അന്ന് ജോയിൻ ചെയ്ത കുട്ടികൾക്ക് എല്ലാം അറിയാം. നമ്മുടെ നോട്ടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മൾ പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടി നിങ്ങൾക്കൊരു സെക്ഷൻ പഠിപ്പിച്ചാൽ അതുമായി ബന്ധപ്പെട്ട റൂളാണ് തൊട്ടടുത്ത് കൊടുക്കുന്നത്. അത് നമ്മൾ ഇന്നലെ അല്ല തുടങ്ങിയത്, നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് അന്ന് മുതൽ കുട്ടികൾക്ക് പഠിക്കാനായിട്ട് എളുപ്പത്തിന് വേണ്ടി അങ്ങനെയാണ് ചെയ്തു പോരുന്നത്. അതായത് ഒരു സെക്ഷൻ പറഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട റൂള് തൊട്ടടുത്ത് തന്നെ പറയും. കാരണം കൂടുതൽ പഠിക്കാനായിട്ട് നിങ്ങൾക്ക് സുഖം അതായിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എളുപ്പത്തിൽ പഠിക്കാം. നമുക്ക് എക്സാമ്പിൾ നോക്കാം. 27/11/2024 ആ ദിവസത്തെ നോട്ട് നമുക്കൊന്ന് പരിശോധിക്കാം. നിങ്ങൾക്ക് ആ നോട്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഓപ്പൺ ചെയ്താൽ മതി, നിങ്ങൾക്ക് അത് സൂം ചെയ്ത് നോക്കാനൊക്കെ സാധിക്കും. നോക്കിയേ, കേസസ് ആക്ട് ചാപ്റ്റർ 2 ആണ്, രജിസ്ട്രേഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. 3 മുതൽ 15 വരെയുള്ള സെക്ഷൻസിന്റെ നോട്ടുകളാണ്, അന്നത്തെ ദിവസത്തെ നോട്ടാണ് ഈ കൊടുത്തിരിക്കുന്നത്. നോക്കിയറാ, രജിസ്ട്രാർ സെക്ഷൻ 3 അമെന്റ്മെന്റ് നടന്നതാണല്ലേ. അപ്പൊ നേരത്തെ എന്ന് പറഞ്ഞാൽ ഒരു പേഴ്സൺ, ഏതെങ്കിലും ഒരു വ്യക്തിയെ രജിസ്ട്രാറായി നിയമിക്കാം എന്നായിരുന്നുവെങ്കിൽ, ഇപ്പോൾ ഒരു ഓഫീസർ ഓഫ് സ്റ്റേറ്റ് ഗവൺമെന്റ് രജിസ്ട്രാർ ആയിട്ട് വരുന്ന വ്യക്തി, നേരത്തെ ഏതെങ്കിലും വ്യക്തിയെ പേഴ്സൺ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. പക്ഷെ ഇപ്പോൾ എങ്ങനെ അമെന്റ്മെന്റ് വന്നത്, ഓഫീസർ ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെന്റ്, ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിരിക്കണം രജിസ്ട്രാർ ആയിട്ട് വരുന്ന വ്യക്തി എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന എങ്ങനെയാണെന്നും, ഈ ബ്ലൂ കളർ കൊടുത്തിരുന്നത് നമ്മുടെ അമെന്റ്മെന്റുകളാണ്. ബ്ലൂ കളറിൽ വന്നിട്ടുള്ള അമെന്റ്മെന്റ് ആണ്. ഈ തവണ നിങ്ങൾ എങ്ങനെയാണ് മാറ്റി പഠിക്കേണ്ടതെന്നാണ് ഈ ബ്ലൂ കളറിൽ നമ്മൾ കാണിക്കാറുള്ളത്, ഓഫീസർ ഓഫ് സ്റ്റേറ്റ് ഗവൺമെന്റ്. അതുപോലെ തന്നെ 3-ൽ 2-ലും വ്യത്യാസം വന്നിട്ടുണ്ട്. നേരത്തെ രജിസ്ട്രാർ അധികാരം മറ്റേതെങ്കിലും ഒരു വ്യക്തിക്ക് കൊടുക്കാമെന്നായിരുന്നുവെങ്കിൽ, രജിസ്ട്രാർ അധികാരങ്ങൾ താഴെയുള്ള ഏതെങ്കിലും സ്റ്റേറ്റ് ഗവൺമെന്റ് ഓഫീസർക്കേ കൊടുക്കാവൂ എന്നായി. നേരത്തെ ഏതെങ്കിലും വ്യക്തി എന്നായിരുന്നു. അപ്പൊ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ റെഡ് കളർ ഞാൻ കൊടുത്തിരിക്കുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ, ഈ സെക്ഷനിൽ വന്ന പ്രീവിയസ് ചോദ്യങ്ങൾ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റുകളാണ് റെഡ് കളർ സൂചിപ്പിക്കുന്നത്. ഓക്കെ, എക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് ദ പബ്ലിക്, ജനറൽ പബ്ലിക് അല്ലെ മെമ്പേഴ്സിന്റെ എക്കണോമിക് ഇൻട്രസ്റ്റിന് വേണ്ടിയാണ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ പ്രവർത്തിക്കുന്നത്. ഇത് സംശയം വരാറുള്ളതാണ്. എക്കണോമിക് ഇൻട്രസ്റ്റ് ഇല്ല എന്ന് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇത് പ്രീവിയസ് ചോദ്യം വന്നാണ്. അപ്പൊ നമ്മൾ നോക്കിയാ, ഇപ്പൊ ഇവിടെ പറയുന്നത് സെക്ഷൻ 3 സെക്ഷൻ 4 ആണ്. ഓക്കെ, അതിനുശേഷം വന്ന സെക്ഷൻ 5 ആണ് വന്നിട്ടുള്ളത്, രജിസ്ട്രേഷൻ വിത്ത് ലിമിറ്റഡ് ലൈബിലിറ്റി ഉള്ള സൊസൈറ്റികളെ രജിസ്റ്റർ ചെയ്യാവുന്നുള്ളത് 5. ഇനി സെക്ഷൻ 6 നോക്കിയേ, ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി നമ്മൾ അപേക്ഷ കൊടുക്കുന്നതാണ് സെക്ഷൻ 6 പറഞ്ഞത്. അതായത് നമ്മളൊരു സഹകരണ സംഘം രജിസ്റ്റർ ചെയ്യാനായിട്ട് നമ്മൾ അവിടെ ചെന്നിട്ട് ഒരു 25 പേര് കുറയാത്ത ആൾക്കാർ ചെന്നിട്ട് അപേക്ഷ വെക്കുകയാണ്, സാർ നമ്മുടെ സംഘം രജിസ്റ്റർ ചെയ്ത് തരണം, രജിസ്ട്രാർ അടുക്ക പോലോ. അതാണ് സെക്ഷൻ 6 പറയുന്നത്.
അതിനുശേഷം അതിനകത്ത് ഇമ്പോർട്ടന്റ് 3 കോപ്പി ഉണ്ടാവണം, 25 പേരിൽ കുറയരുത്, ഡിഫറെന്റ് ഫാമിലി ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞതിന് ശേഷം സെക്ഷൻ 3 ആണ് കേട്ടോ, സോറി സെക്ഷൻ 6 പറയുന്നത്, 1, 2 എല്ലാം പറയുന്നുണ്ട് സബ്സെക്ഷൻ. അതിനുശേഷം നമ്മൾ റൂൾ 3 ആണ് കൊടുത്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? റൂൾ 3 ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ പറയുന്നത്. സെക്ഷൻ 6 ബന്ധപ്പെട്ട റൂളാണ് റൂൾ 3 എന്ന് പറയുന്നത്. അപ്പോൾ അത് അടുപ്പിച്ച് കൊടുത്തേക്കാം, കാരണം അടുത്തടുത്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാം. അപ്പൊ സെക്ഷൻ 6 3 ബന്ധപ്പെട്ടിരിക്കുന്നത് ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ. ഓക്കെ ആണോ മക്കളെ? 3 കോപ്പി ഉണ്ടാവണം, ലിസ്റ്റ് ഓഫ് പേഴ്സൺസ് ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കൊടുത്തിരിക്കുന്ന സെക്ഷൻ നിങ്ങൾ നോക്കി അറിയാം, എത്രയാണ് രജിസ്ട്രേഷന്റെ ഫീസുകളൊക്കെ പറയുന്നുണ്ട് കൃത്യമായിട്ട്. അതിനുശേഷം നമ്മൾക്ക് ആരൊക്കെയാണ് 25 പേരെന്ന് പറയുന്നത് ഫാമിലി അംഗങ്ങളാകാൻ പാടില്ല, ആരൊക്കെയാണ് ഒരു ഫാമിലി അംഗമായി കണക്കാക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് കൺഫ്യൂഷൻ വരും. ഞാൻ അതിന്റെ സ്ട്രക്ചർ പറയാൻ വേണ്ടി മാത്രമാണ് ഈ ക്ലാസ് എടുത്തേക്കുന്നത് കേട്ടോ, അല്ലാതെ ഡീറ്റെയിൽഡ് ക്ലാസ് അല്ല. അടുത്ത സെക്ഷൻ 7. അപ്പൊ സെക്ഷൻ 6 പഠിച്ചു, ശേഷം റൂൾ 3 പഠിച്ചു, രണ്ടും ഒരുമിച്ചുള്ള സെക്ഷൻ ആണ്. ശേഷം സെക്ഷൻ 7 രജിസ്ട്രേഷൻ. സെക്ഷൻ 7 അകത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ പ്രാവശ്യത്തെ അമെന്റ്മെന്റ് കൂട്ടിച്ചേർത്തിട്ടുണ്ട് കേട്ടോ, അമെന്റ്മെന്റ് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അതായത് ഒരു പ്രപ്പോസൽ ക്രെഡിറ്റ് സൊസൈറ്റി ആണ് 2,50,000 രൂപ മിനിമം ഷെയർ ക്യാപിറ്റൽ ഉണ്ടായിരിക്കണം, രജിസ്റ്റർ ചെയ്യണം എന്നുള്ള അമെന്റ്മെന്റ് ഈ പ്രാവശ്യം വന്നാണ്. അത് നമ്മൾ ബ്ലൂ കളർ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അപ്പൊ സെക്ഷൻ 7 ഇത് പറയുന്നത്. നോക്കിക്കടാ, നേരത്തെ ഒരു സൊസൈറ്റി രജിസ്റ്റർ ചെയ്യുന്ന തീരുമാനം രജിസ്ട്രാർ എടുക്കേണ്ടത് 90 ദിവസത്തിനുള്ളിൽ എടുക്കണമെന്നായിരുന്നു. എന്നാൽ മാറ്റം വന്നു, അത് 60 ദിവസം ആക്കിയിട്ടുണ്ട്. അത് പ്രത്യേകം മനസ്സിലാക്കാൻ വേണ്ടി കൊടുത്തിരിക്കുകയാണ്. നോക്കിയേ, സെക്ഷൻ 7 ഇതെല്ലാം പറയുന്നത് അല്ലേ. സെക്ഷൻ 7 എല്ലാം പറഞ്ഞതിന് ശേഷം നോക്കി അടുത്ത റൂൾ 4 പറയുന്നത്. കാരണം സെക്ഷൻ 7 പറയുന്നതിനോടനുബന്ധിച്ചുള്ള റൂളാണ് റൂൾ 4. അപ്പൊ ഇത് രണ്ടും ഒരുമിച്ച് പഠിച്ചാലേ നിങ്ങൾക്ക് അതുകൊണ്ട് ഗുണം ഉണ്ടാവുള്ളൂ, പെട്ടെന്ന് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ എളുപ്പമാണ്. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയാണ് ലോയുടെ നോട്ടുകൾ കൊടുക്കാറുള്ളത് മനസ്സിലാക്കുക. കണ്ടോ, നേരത്തെ 90 ഡേയ്സ് എന്നുള്ളത് ഇപ്പൊ 60 ദിവസം ആക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. കാരണം അമെന്റ്മെന്റുകൾ പ്രധാനപ്പെട്ട പോയിന്റുകളെല്ലാം നമ്മൾ കൂട്ടിച്ചേർത്തിട്ടുള്ള ക്ലാസ്സുകൾ തന്നെയാണ് കൊടുക്കുന്നത്. അമെന്റ്മെന്റുകൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ബ്ലൂ കളറിലെ അമെന്റ്മെന്റ് ഞാൻ കൊടുത്തിട്ടാണ് നിങ്ങൾക്ക് റെഡ് കളറിലെ പ്രധാനപ്പെട്ട പോയിന്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. ആപ്ലിക്കേഷൻ അഫിലിയേഷൻ 60 ദിവസം എന്നുള്ള 45 ദിവസമായിട്ട്, അതായത് നമ്മൾ പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്ത സൊസൈറ്റി അപ്പെക്സ് സൊസൈറ്റി രജിസ്റ്ററിന് എത്ര ദിവസത്തിനുള്ളിലാണെന്ന് നമുക്ക് ഡേറ്റ് പറയുന്നില്ല, എത്ര ദിവസത്തിനുള്ളിൽ അപേക്ഷ വെക്കാം. പക്ഷെ അപേക്ഷ വെച്ച് 60 ദിവസത്തിനുള്ളിൽ അഫിലിയേഷൻ കൊടുക്കണമെന്ന് അപ്പെക്സ് സൊസൈറ്റി തീരുമാനം എടുത്തില്ലെങ്കിൽ അഫിലിയേഷൻ കൊടുത്തതായി കണക്കാക്കാമെന്നായിരുന്നു. 60 ദിവസം എന്നുള്ള മാറ്റി 45 ആയിട്ടുണ്ട്. അപ്പൊ ബ്ലൂ കളർ 45 പുതുതായിട്ട് വന്ന അമെന്റ്മെന്റ് ആണ് അല്ലെ. 45 ദിവസം, പഴയത് 60 ദിവസമായിരുന്നു. മനസ്സിലാക്കാൻ രീതിയിലാണ് കൊടുത്തേക്കുന്നത്. അങ്ങനെ നിങ്ങൾക്ക് ഓരോ ദിവസത്തെ ക്ലാസ്സുകൾ നിങ്ങൾ ഇപ്പോൾ ജോയിൻ ചെയ്താലും പ്രീവിയസ് ഉള്ള നോട്ടുകൾ ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഇതിന് മുൻപ് നിങ്ങൾക്ക് നോക്കിയേ, ഇതിന്റെ ക്ലാസിന്റെ എക്സാം ആണ് നിങ്ങൾക്ക് നോക്കേണ്ടതെങ്കിൽ ഇപ്പോൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് പ്രീവിയസ് എക്സാം ആണ് കാണേണ്ടതെങ്കിൽ എക്സോഡസ് ക്ലാസ് എക്സാം എന്ന് പറഞ്ഞ ഫോൾഡർ ഓപ്പൺ ചെയ്താൽ കണ്ടോടാ, ഓരോ ദിവസത്തെ ഡേറ്റ് ആ ദിവസത്തെ, അതായത് 15-ാം തീയതിയിലെ ക്വസ്റ്റ്യനും ആൻസറും, 16-ാം തീയതി നവംബർ 16-ന്റെ ക്ലാസിന്റെ ക്വസ്റ്റ്യനും ആൻസറും കണ്ടോ. ഓരോ ദിവസത്തെ ക്ലാസ്സുകളാണ് നോട്ട് കണ്ടത്. അതുമായി ബന്ധപ്പെട്ട എക്സാംസ് ആണ് ഇവിടെ നമ്മൾ കാണുന്നത്. ആ എക്സാമിന്റെ ആൻസർ കീ ആണ് ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ളത്. എക്സാമ്പിൾ നോക്കിയേ, 10-ാം തീയതിയിലെ ക്ലാസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഇത് നമ്മൾ കൊടുത്തിരിക്കുന്നത്. നോക്കിയേ, ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓഫ് സൊസൈറ്റി ഫോം എ റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡി ഷാൽ ബി ഏരിയ കംപ്രൈസ്ഡ് ഇൻ 1 or more താലൂക്ക്, മോർ ദാൻ 1 താലൂക്ക്, 1 താലൂക്ക്, 1 or more താലൂക്ക്. ഏതാണ് ഉത്തരം വരുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന അല്ലെ, 1 or more than 1 താലൂക്കാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ ദിവസം ക്ലാസ് കഴിയുമ്പോൾ അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പറും ഉണ്ടാവും, അന്നത്തെ തന്നെ ആൻസർ കീ നിങ്ങൾക്ക് കാണും. നിങ്ങളിപ്പോ 20-ാം തീയതിയിലാണ് കാണുന്നതെങ്കിൽ 20-ാം തീയതിയിലെ ആൻസർ കീ ഉണ്ട്. 10-ലെ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ 10-ാം തീയതിയിലെ ആൻസർ കീ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് അത് കണ്ടിട്ട് എക്സാംസും അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ നിങ്ങൾക്ക് ലോയുടെ മനസ്സിലായല്ലോ. ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്തിരിക്കുന്ന കൺഫ്യൂഷൻ വരാത്ത രീതിയിലാണ് ലോയുടെ ക്ലാസ് കൊടുത്തിരിക്കുന്നത്. ഇനി നോക്കിയേ, ലോയുടെ തന്നെ ക്ലാസ് റൂമിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. സ്റ്റിൽ വി ആർ ഓൺ ദ ലോ ക്ലാസ്, ലോയുടെ ക്ലാസ് റൂമിലാണ് നിൽക്കുന്നത്. ഇനി ലോയുടെ ക്ലാസിന്റെ റെക്കോർഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ റെക്കോർഡ് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. എങ്ങനെ മക്കളെ, ഓരോ ദിവസം ഞാൻ ലൈവ് എടുത്തതിന്റെ കൃത്യമായിട്ടുള്ള 16-ാം തീയതിയിലെ ക്ലാസ്, 17-ാം തീയതിയിലെ ക്ലാസ്, 19-ാം തീയതിയിലെ ക്ലാസ്, എങ്ങനെയാണ് ക്ലാസ് വരുന്നത് അതിന്റെ സ്ട്രക്ചർ കാണണ്ടേ നമുക്ക്. ജസ്റ്റ് അതിന്റെ സ്ട്രക്ചർ നിങ്ങൾ നോക്കിയേ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. നോക്കടാ, ഇങ്ങനെ നോട്ട് കൊടുത്തതിന് ശേഷം നമ്മളത് കൃത്യമായിട്ട് അത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് ഞാനത് വരച്ചിട്ടാണ് കാണിച്ചു കൊടുക്കുന്നത്. മാർക്ക് ചെയ്ത് ഹൈലൈറ്റഡ് പോയിന്റുകൾ മാർക്ക് ചെയ്താണ് കാണിച്ചു കൊടുക്കുന്നത് കേട്ടോ. പബ്ലിക് കേട്ടോ, എക്കണോമിക് എന്നൊരു വാക്ക് വന്ന സോഷ്യൽ ബെറ്റർമെന്റ് ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ് ആൻഡ് ജനറൽ പബ്ലിക്. അതായത് അതിലെ മെമ്പേഴ്സിന്റെയും ജനറൽ പബ്ലിക്കിന്റെയും എക്കണോമിക് ആയിട്ടുള്ള ബെറ്റർമെന്റിന് വേണ്ടി ഒരു സൊസൈറ്റിയെ നിയന്ത്രിക്കുക, റെഗുലേറ്റ് ചെയ്യാനുള്ള അധികാരം ആർക്കും. ഓക്കെ അല്ലേ? ഇനി അടുത്തത് ഇവിടെ നമ്മൾ പറഞ്ഞു റൂൾ 8(1) ഇത്ര നേരം പറഞ്ഞത്. നോക്കിയാ
ഓക്കെ, നമ്മുടെ ക്ലാസ്സുകൾ ഇങ്ങനെ ആയിരിക്കും വരുന്നത്. നിങ്ങൾക്ക് അത് ഇപ്പൊ ഏകദേശം ഒരു രൂപം മനസ്സിലായിട്ടുണ്ട് അല്ലേ? ഇന്നൊക്കെ ഓരോ ദിവസത്തെ ക്ലാസ്സുകൾ കൃത്യമായിട്ട് നമ്മൾ നോട്ട് കൊടുക്കുകയും അതുപോലെ തന്നെ റെക്കോർഡ് ക്ലാസ്സുകൾ ഇന്നൊക്കെ നമുക്ക് 32ാമത്തെ ക്ലാസ് 1-2 എഴുത്തിലാണ് ക്ലാസ് ആണ്. ആ ക്ലാസ് ഇൻക്ലൂഡിംഗ് ചീഫ് എക്സിക്യൂട്ടീവ് ഉൾപ്പെടുന്ന 2 ഓഫീസേഴ്സ് ഉണ്ടാവണം. ചീഫ് എക്സിക്യൂട്ടീവ് ഉൾപ്പെടുന്ന 2 ഓഫീസേഴ്സ് ഉണ്ടാവണം. അതുപോലെ തന്നെ കമ്മിറ്റിയിൽ നിന്നും 2 പേർ ഉണ്ടായിരിക്കണം. ആ സമിതിയിൽ കമ്മിറ്റിയിൽ നിന്ന് 2 പേരുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഒരാൾ ആരായിരിക്കണം? ഇൻഡിപെൻഡന്റ് വാല്യൂവർ ഓതറൈസ്ഡ് ബൈ ദ കമ്മിറ്റി. കമ്മിറ്റി അപ്പോയിന്റ് ചെയ്യുന്ന ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു വാല്യൂവറും അവിടെ ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ഇത് വരുന്നത് 10 ലക്ഷത്തിന് മുകളിലാണ് ലോൺ എമൗണ്ട് എങ്കിലാണ്. 10 ലക്ഷത്തിൽ താഴെയാണെങ്കിൽ ഇങ്ങനൊന്നും പറയുന്നില്ല. ഓഫീസേഴ്സിനെ അല്ലെങ്കിൽ ഓഫീസേഴ്സ് അല്ല, 10 ലക്ഷത്തിൽ താഴെയാണെങ്കിൽ ഓഫീസേഴ്സ് അല്ലെങ്കിൽ ഓഫീസർമാരെ എന്ത് ചെയ്യാൻ മതി? കമ്മിറ്റി അപ്പോയിന്റ് ചെയ്ത് വാല്യുവേഷൻ നടത്തിയാൽ മതി. 10 ലക്ഷത്തിൽ മുകളിലാണെങ്കിൽ എത്ര മെമ്പേഴ്സിന്റെ കമ്മിറ്റിയാണ് നടത്തുന്നത് ചോദ്യം വരാം. എത്ര മെമ്പേഴ്സ് ആയിരിക്കും വരുന്നത്? പറഞ്ഞേ. 10 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടോ? നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ലേ? നമ്മുടെ ക്ലാസ്സിൽ ഇങ്ങനെ റെക്കോർഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. റെക്കോർഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അത് എല്ലാ സബ്ജക്റ്റും ഉണ്ട് കേട്ടോ. നമ്മൾ അതുപോലെ തന്നെ ബാങ്കിങ്ങിന്റെ ക്ലാസ് ആണെങ്കിൽ നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ് കാണണമെങ്കിൽ ബാങ്കിങ്ങിന്റെ റെക്കോർഡ് ക്ലാസ്സുകൾ ഇതുപോലെ ഉണ്ടാവും. ബാങ്കിന്റെ സ്റ്റഡി മെറ്റീരിയൽസ് ആണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ബാങ്കിന്റെ എക്സാം ലൈവ് നോട്ട്സ് ക്ലാസിന്റെ നോട്ടുകൾ ഉണ്ടാവും കേട്ടോ. ബാങ്കിങ്ങിന്റെ നോട്ടുകൾ, പ്രധാനപ്പെട്ട നോട്ടുകൾ എല്ലാം തന്നെ ഇതിനകത്ത് ഉണ്ടാവും. ബാങ്കിങ് നോട്ടുകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ സ്ട്രക്ചർ പോകുന്നത്. ഏകദേശം നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ ടെസ്റ്റ് എന്ന് പറയുന്ന ഫോൾഡർ കയറിയാൽ നമ്മൾ അന്നത്തെ ഇടുന്ന എക്സാം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ദിവസങ്ങളിലെ എക്സാം നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നത് ടെക്സ്റ്റിൽ കയറിയതിനു ശേഷമാണ് എന്ന് ഓർത്ത് വയ്ക്കുക. സ്റ്റഡി മെറ്റീരിയലിന്റെ അകത്ത് നിങ്ങൾക്ക് എക്സാം ഉണ്ട്. പിന്നെ നമ്മുടെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഷോർട്ട് ടോപ്പിക് കൊടുക്കണ്ടേ. എക്സ്ട്രാ നോട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞ ഫോൾഡർ എടുത്താൽ, ക്ലാസ് റൂം എടുത്താൽ നിങ്ങൾ അതിൻ്റെ അകത്ത് സ്റ്റഡി മെറ്റീരിയൽ എടുക്കുന്നതാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ റാങ്കിങ്ങിലേക്ക് നയിക്കുന്നത്. അതിൻ്റെ അകത്ത് നോക്കിയാൽ CSEB പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വളരെ ശ്രദ്ധിക്കണേ. നമ്മൾ ഇതുവരെയുള്ള എക്സാമുകൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ അപ്ലോഡ് ചെയ്തിരിക്കുകയാണ്. അതിന്റെ ആൻസർ കീയും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 50-നടുത്ത പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതിന് പ്രത്യേകിച്ച് ഫീസ് ഒന്നുമല്ല. നിങ്ങൾ കോഴ്സിൽ ജോയിൻ ചെയ്താൽ ഇതെല്ലാം അവൈലബിൾ ആണ് കേട്ടോ. നോക്കാം, നമുക്ക് 10/37/2023 ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. നോക്കിയടാ, അത് CSEB പ്രിന്റ് ചെയ്ത് അതേ ക്വസ്റ്റ്യൻ പേപ്പർ അതുപോലെ തന്നെയാണ് നമുക്ക് വരുന്നത്. നമ്മൾ അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും വരുത്തിയതല്ല. കൃത്യമായിട്ട് ആ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് കിട്ടുന്നതാണ്, അവൈലബിൾ ആണ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. നമുക്ക് 10/36 ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടോ. 10/36 ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഇത്. ഇനി നോക്കടാ, ഇതിന്റെ ആൻസർ കീ എവിടെയുണ്ട്? ആൻസർ കീ അതിനോടൊപ്പം തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആൻസർ കീ കണ്ടോ, 10/36 ഫൈനൽ ആൻസർ കീ, എല്ലാത്തിനും ഫൈനൽ ആൻസർ കീ ആണ് കൊടുത്തിട്ടുള്ളത്. ആൻസർ കീയും കൊടുത്തിട്ടുണ്ട്. ഇനി ഇതല്ല ഹൈലൈറ്റ്. ഇത് നമ്മൾ ഏകദേശം 45-50 അടുത്ത് കൊടുത്തിട്ടുണ്ട്. പ്രൊമോഷൻ ടെസ്റ്റ് ഉൾപ്പെടെ ക്ലർക്ക്, സെക്രട്ടറി, അസിസ്റ്റന്റ് സെക്രട്ടറി, പ്രൊമോഷൻ ടെസ്റ്റ് ഉൾപ്പെടെയുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകളാണ് നമ്മൾ ഈ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പർ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്തിട്ടുണ്ട്. ഇനിയും ഉണ്ട്. എക്സാമിന്റെ ഡേറ്റ് അടുത്ത് വന്നുകൊണ്ടാണ് ഇനിയും നമ്മൾ കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണെന്ന് നിങ്ങൾ ഓർക്കുക. ഇതിന്റെ ഹൈലൈറ്റ് ഇതല്ല. നിങ്ങളൊക്കെ സ്റ്റഡി മെറ്റീരിയൽ കയറി കഴിഞ്ഞാൽ CSEB പ്രീവിയസ് ക്വസ്റ്റ്യൻ കിട്ടും. ഇതിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ അമെൻമെന്റ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ട്. ഞാനിതിൽ നിങ്ങൾ എങ്ങനെയാണ് അമെൻമെന്റുകൾ പഠിക്കേണ്ടത് എന്ന് കൃത്യമായിട്ട് ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതെങ്ങനെയാണ്? അതായത് 2000-2022 അമെന്റ്മെന്റുകൾ ബാധകമല്ല. അതായത് അതിൽ ലോയുടെ ക്വസ്റ്റ്യൻസിന്റെ അകത്ത് അമെന്റ്മെന്റുകൾ ഒന്നും വന്നിട്ടില്ല എന്നാണ്. എന്നാൽ 1984-2021 ആൽഫ കോഡ് ഡി പ്രകാരം 94ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബോത്ത് A ആൻഡ് B ആർ നൗ സ്റ്റാറ്റ്യൂട്ടറി റിസർവ്. അതായത് സ്റ്റാറ്റ്യൂട്ടറി റിസർവ് അല്ലാത്തത് ഏത്, അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി റിസർവ് ഏതെന്നൊരു ചോദ്യം വന്നിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫീസ് ഇപ്പോൾ അത് സ്റ്റാറ്റ്യൂട്ടറി ആക്കിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ അത് ഒരു പക്ഷേ സ്റ്റാറ്റ്യൂട്ടറി അല്ല എന്ന് പറഞ്ഞാൽ ഈ കാണുന്നത്. എന്നാൽ അതും ഇപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുണ്ട് എന്നുള്ള അമെന്റ്മെന്റ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 146ാമത്തെ അകത്ത് ഓഡിറ്റർ ആണ് ലേറ്റസ്റ്റ് നടന്ന ആൻസർ. അതായത് ജഡ്ജ്, ഓഡിറ്റ് ചെയ്യുന്ന ആൾ ജഡ്ജ് എന്ന് പറഞ്ഞൊരു ഉത്തരം വന്നിട്ടുണ്ട്. അത് പേഴ്സൺ ടു ബി ഹെയർ ഈസ് കോൾഡ് എന്ന് ചോദിച്ചൊരു ചോദ്യം നേരത്തെ ജഡ്ജ് എന്ന് ഉത്തരം വന്നിട്ടുണ്ട് പ്രീവിയസ് നേരത്തെ. പക്ഷെ അവസാനം നടന്ന എക്സാമിന് അത് ഓഡിറ്റർ എന്ന് മാറി ആൻസർ വന്നിട്ടുണ്ട്. ഞാനത് ഓഡിറ്റർ എന്ന് പഠിക്കണമെന്ന് പറഞ്ഞ് ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഓരോന്നും മാറ്റി പഠിക്കേണ്ടത് എന്താണ്, ഏത് ക്വസ്റ്റ്യൻ പേപ്പറിലാണ് അമെന്റ്മെന്റ് വന്നത്, അത് ഏതാണ് അമെന്റ്മെന്റ് എന്ന് ഉൾപ്പെടുന്ന ക്ലാസ് കൃത്യമായിട്ട് നമ്മളിതിൽ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളിത് ഭാരപ്പെടണം. നിങ്ങൾക്ക് അമെന്റ്മെന്റുകൾ പഠിക്കാം. ഇതിൽ റൂൾ അമെന്റ്മെന്റ് ഇല്ല. ഇനി വരുന്നത് ഫെബ്രുവരി 15-ന് ശേഷം ഞാൻ ക്ലാസ് എടുക്കുന്നത് റൂളിന്റെ അമെന്റ്മെന്റ് ഉൾപ്പെടുത്തി 1 മുതലുള്ള സെക്ഷൻസും ആക്ട് ഉൾപ്പെടുത്തിയാണ് ക്ലാസ് പോരുന്നത്. അതായത് ഇതുവരെ എടുത്ത ക്ലാസ്സുകളൊന്നുമല്ല. ഫെബ്രുവരി 15 മുതൽ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഇപ്പോൾ തുടക്കുന്ന, അതായത് 1 മുതൽ സെക്ഷൻസ്, റൂള്, പുതിയ അമെന്റ്മെന്റ് വെച്ചിട്ടാണ് പഠിപ്പിക്കുന്നത്. അത് നിങ്ങൾക്ക് ഇതുപോലെ ഇന്ററാക്റ്റീവ് ബോർഡിൽ റെക്കോർഡ് ക്ലാസ്സുകളായിട്ടാണ് കിട്ടുന്നത്. അല്ലാതെ ഈ ലൈവ് സെഷൻസ് പോലെ ആയിരിക്കില്ല.
റെക്കോർഡ് ക്ലാസ് ഇന്ററാക്റ്റീവ് ബോർഡിൽ ഈ ബോർഡിൽ നിന്നുകൊണ്ട് നമ്മൾ അതായത് സ്റ്റുഡിയോ റെക്കോർഡ് ആയിട്ടുള്ള ക്ലാസ് ആണ് നിങ്ങൾക്ക് ലോയുടെ ക്ലാസ് കിട്ടുന്നത്. ബാക്കിയെല്ലാം ലൈവ് ക്ലാസ് ഉണ്ടാവും. ലോയുടെ ഇതുപോലെ തന്നെ സ്ക്രീൻ ഷെയർ ചെയ്തുള്ള ലൈവ് ക്ലാസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും ഓർക്കുക. പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ തരും, അതിന്റെ അമെന്റ്മെന്റുകൾ പഠിക്കാനുള്ളത് നമ്മൾ പറഞ്ഞു തരും. ഇങ്ങനെയാണ് വരുന്നത്. ഇനിയിപ്പോ കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നുള്ള ക്ലാസ്സുകൾ എടുത്തേക്കുന്നത് നോക്കി. കോർപ്പറേഷന്റെ ഭാഗത്തു നിന്ന് നമുക്ക് അതിന്റെ സ്റ്റഡി മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാൽ എത്രത്തോളം ലൈവ് ക്ലാസിന്റെ നോട്ട് നമുക്ക് കൊടുക്കാൻ പറ്റിയിരിക്കുന്നത്, പ്രധാനപ്പെട്ട ടോപ്പിക്കുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾ നോക്കുക. പിന്നെ നമ്മൾ ജി കെയുടെ നോട്ടുകൾ കൊടുത്തിട്ടുണ്ട്. ജി കെയുടെ നോട്ട് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആണെന്നാണ് ഈ എക്സാമിനോട് അടുക്കുന്ന സമയത്ത് ജി കെ ടോപ്പിക്കുകൾ നിങ്ങൾ നോക്കി അറിയാം. ഇതുണ്ടോ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺട്രീസ്, വേൾഡ് കപ്പ്, കൺട്രി ക്യാപിറ്റൽ കറൻസി ആണ് ഈ കൊടുത്തിരിക്കുന്ന ഫോൾഡറിന്റെ അകത്ത്. ഇതിനകത്ത് ഓരോ രാജ്യങ്ങളുടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് ഇപ്പോൾ കറണ്ടായിട്ട് പറഞ്ഞാൽ ഓരോ സ്റ്റേറ്റ് അതിന്റെ ക്യാപിറ്റല്, വേൾഡ് കപ്പ് 2021, ഓസ്കാർ അവാർഡ് 2024, ജീവാങ്ങൾ, വൈറ്റമിൻസിന്റെ നോട്ട് നമ്മൾ വൃത്തിയായിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വൈറ്റമിൻസുമായി ബന്ധപ്പെട്ട പഠിക്കേണ്ട കൊഴുപ്പിൽ ലയിക്കുന്നവ, ജലത്തിൽ ലയിക്കുന്നവ BC ആണെന്നൊക്കെ പറഞ്ഞ് പഠിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഓരോ ജീവങ്ങൾ ഏതാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്, ഏറ്റവും കുറവ് കാണുന്നത്, ഇതുകൊണ്ടുണ്ടാകുന്ന അസുഖങ്ങൾ ഏത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ പത്മ അവാർഡ് 2024, നവോത്ഥാനം നാഷണൽ അവാർഡ് 2023, 24 നാഷണൽ അവാർഡ്, ഇതെല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ സ്പോർട്സുമായി ബന്ധപ്പെട്ട എല്ലാ നാഷണൽ അവാർഡുകൾ ആർക്കൊക്കെ കിട്ടി, ഏതാണ് പ്രധാനപ്പെട്ടതെല്ലാം പഠിക്കേണ്ടത്, ഇങ്ങനെ നമ്മൾ കറണ്ട് അഫയേഴ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓസ്കാർ അവാർഡുകൾ, പിന്നെ നൊബേൽ പുരസ്കാരം 2023, 24, 22 നൊബേൽ പുരസ്കാരങ്ങൾ ആർക്കൊക്കെയാണ് ലഭിച്ചത് എന്നുള്ള നോട്ടുകളെല്ലാം കൃത്യമായിട്ട്. അപ്പൊ ജി കെയുടെ നോട്ടുകൾ ഇങ്ങനെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പം ഇനി ഞാൻ ഫെബ്രുവരി 15 മുതലുള്ള ക്ലാസ്സുകളിൽ നമ്മൾ എല്ലാ സബ്ജക്റ്റും കവർ ചെയ്യുന്ന രീതിയിലായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ പോകുന്നത്. എല്ലാ സബ്ജക്റ്റും കവർ ചെയ്യുന്ന രീതിയിൽ. ഇപ്പൊ നമ്മൾ ലോ ആണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തത്. കാരണം അമെന്റ്മെന്റ് വന്നതുകൊണ്ട് കുട്ടികൾക്ക് ഡൗട്ട് വരും, സംശയങ്ങൾ വരുന്നുള്ളത് കൊണ്ടാണ്. ഈ ലോയുടെ ക്ലാസ് ഞാൻ എടുക്കുന്നതിന്റെ കാരണം പലയിടത്തും നിങ്ങൾക്ക് കിട്ടുന്നത് പഴയ ലോ ഒരു ക്ലാസ് ഉണ്ടാവും, അമെന്റ്മെന്റ് വന്നതിന്റെ ഒരു ക്ലാസ് ഉണ്ടാവും. എന്നിട്ട് നിങ്ങൾക്ക് പഠിക്കേണ്ടത് പഴയ ലോ കാണണം, അമെന്റ്മെന്റൂടെ പഠിക്കണം. അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. ചിലപ്പോൾ പഴയ ക്ലാസ് പഠിക്കുമ്പോൾ ഒരു സൊസൈറ്റി രജിസ്റ്റർ ചെയ്യാൻ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ രജിസ്ട്രാർ അത് 90 ദിവസത്തിനുള്ളിൽ അപേക്ഷന്മേൽ തീരുമാനം എടുക്കണമെന്ന് പഠിച്ചിട്ട് നിങ്ങൾ അമെന്റ്മെന്റിന്റെ ക്ലാസ് വന്ന് കാണുമ്പോൾ നിങ്ങൾ അതിൽ പറയും 60 ദിവസത്തിന് മുമ്പ് രജിസ്ട്രാർ തീരുമാനം എടുക്കണം. അപ്പൊ നിങ്ങൾക്ക് തന്നെ ഒരു സംശയം വരും, ഇതിൽ ഏതാണ് പഠിക്കേണ്ടതെന്ന്. അപ്പൊ നമ്മൾ ഇവിടെ കൊടുക്കുന്നത് പുതിയത് മാത്രമേ ഉള്ളൂ, പഴയതൊന്നും പഠിപ്പിച്ച് കൺഫ്യൂഷൻ ആകത്തില്ല. എന്നാൽ ഈ പഴയത് സംശയം വരാതിരിക്കാൻ വേണ്ടിയാണ് അത് പഴയതായിരുന്നു എന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട്. ആക്റ്റും റൂളും അടുപ്പിച്ചടുപ്പിച്ചാണ് കൊടുക്കുന്നത്. കാരണം നിങ്ങൾക്ക് അത് ഒരുമിച്ച് പഠിച്ചു പോകാനുള്ള ഈസി ആയിട്ട് പഠിക്കാനായിട്ട് വേണ്ടിയാണ് എന്ന് ഓർക്കുക. അതുപോലെ തന്നെ നമ്മൾ ഓരോ ദിവസവും ലൈവ് ക്ലാസ് അതുപോലെ തന്നെ നമുക്ക് അതിന്റെ എക്സാംസ് എല്ലാം നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. എല്ലാ ക്ലാസ്സുകളും നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ മാത്സിന്റെ ക്ലാസ്സുകളും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ കോഴ്സ് സ്റ്റാർട്ട് ചെയ്താലും ഈ ഫീസ് തന്നെയായിരിക്കും. നമുക്ക് ഒരു മാസത്തേക്ക് നിങ്ങൾക്ക് ഇതെല്ലാം നമ്മൾ തരുന്നത് 249 രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ. ഒരു മാസത്തേക്ക് 249 രൂപയ്ക്കാണ് ഇത്രയും ക്ലാസ്സുകൾ എക്സോഡസ് റേസേഴ്സ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് എക്സാമിനെ എങ്ങനെ ക്രാക്ക് ചെയ്യാമെന്ന് മനസ്സിലാക്കി കൃത്യമായുള്ള ഡയറക്ഷനിലുള്ള ക്ലാസ് ആണ് നമ്മൾ തരുന്നത്. നിങ്ങൾക്ക് ജോയിൻ ചെയ്തവരോട് ചോദിച്ചാൽ അറിയാം, കൃത്യമായിട്ട് ഗൈഡൻസ് കൊടുത്ത് തന്നെയാണ് ക്ലാസ്സുകൾ പോകുന്നത്. അല്ലാതെ ജോയിൻ ചെയ്തതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് എന്നുള്ള രീതിയില്ല. നിങ്ങൾക്ക് മാന്യമായിട്ട് പഠിക്കാനാണ് എങ്കിൽ അതിനുള്ള അവസരം ഇവിടെ ഉണ്ടാവും. അല്ലാതെ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ ഒരു ഉത്തരവാദിത്തം ഇല്ലാത്ത രീതിയിൽ നമ്മൾ പോകില്ല. ജോയിൻ ചെയ്താൽ അത് കൃത്യമായിട്ട് നിങ്ങളെ ഡയറക്റ്റ് ചെയ്തുകൊണ്ട് ഡയറക്ഷൻ തന്നുകൊണ്ട് നമ്മൾ പോകുന്നതായിരിക്കും. നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു ജോലിയാണ് ആഗ്രഹിച്ചു വരുന്നതെങ്കിൽ, ആത്മാർത്ഥതയോടെ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഫെസിലിറ്റീസ് എല്ലാം നിങ്ങൾക്ക് ഉപയോഗിക്കാം. കൃത്യമായിട്ടുള്ള നോട്ടുകൾ തരാറുണ്ട്, കൃത്യമായിട്ടുള്ള നോട്ടുകൾ തന്നിട്ടാണ് പോകുന്നത്. പിന്നെ ഇംഗ്ലീഷിന്റെ ആണെങ്കിലും ലൈവ് ക്ലാസ് നോട്ടുകൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ വളരെ ഇംഗ്ലീഷിന്റെ ഒക്കെ നല്ല രീതിയിലാണ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നോട്ടുകളാണ്. അതായത് ഇറ്റ് ഈസ് ടൈമുമായി ബന്ധപ്പെട്ട റൂളാണ് ഇംഗ്ലീഷിൽ നോക്കണം. ഇറ്റ് ഈസ് ടൈം, ഇറ്റ് ഈസ് ഹൈ ടൈം, ഇറ്റ് ഈസ് വെരി ടൈം, ഇറ്റ് ഈസ് അബൌട്ട് ടൈം എന്നതിന് ശേഷം 2 വന്നു കഴിഞ്ഞാൽ അതിനോടൊപ്പം V1 അതായത് ബേസ് ഫോം ചേർക്കണം എന്നുള്ളതാണ്. ടൈപ്പ് 2-ലാണ് ഇറ്റ് ഈസ് ടൈം, അതിനോട് ശേഷം ഒരു പ്രൊനൗൺ വന്നു കഴിഞ്ഞാൽ V2 ഫോം ചേർക്കണം. ഇറ്റ് ഈസ് ടൈം, ഇറ്റ് ഈസ് ഹൈ ടൈം, ഇറ്റ് ഈസ് വെരി ടൈം, അതിനോടൊപ്പം 4 എന്നുള്ള വാക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിനുശേഷം ING ആണ് ചേർക്കേണ്ടത്. നമുക്ക് അതിന്റെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഈസ് ടൈം 2 വന്നു, അപ്പൊ വിസിറ്റ് വന്നാൽ മതി. വിസിറ്റഡ്നോ വിസിറ്റിംഗ് വേണ്ട, 2 വന്നു കഴിഞ്ഞാൽ വിസിറ്റ്. ഇറ്റ് ഈസ് ടൈം ടു വിസിറ്റ് യുവർ ഹോം, ഇറ്റ് ഈസ് ഹൈ ടൈം ടു റീച്ച്. കണ്ടോ, എല്ലാം V1 ആണ്. ടൈപ്പ് 1ന്റെ എക്സാമ്പിൾസ്. ടൈപ്പ് 2ന്റെ എക്സാമ്പിൾ നോക്കിയേ. ഇറ്റ് ഈസ് ടൈം ചിൽഡ്രൻ വെൻ. കണ്ടോ, ഒരു പ്രൊനൗൺ ഇവിടെ വന്നിട്ടുണ്ട്, ഒരു സബ്ജക്റ്റ് വന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് ടൈമിന് ശേഷം ഒരു വ്യക്തി ഒരു സബ്ജക്റ്റ് വന്നാൽ അവിടെ ഏതാണ് V2 ഫോം ആണ്, V1 അല്ല. ഇവിടെ എല്ലാം ബേസ് ഫോം. ഇവിടെ ഒരു പ്രൊനൗൺ വന്നതുകൊണ്ട് നമ്മൾ V2 എടുക്കണം. ഇറ്റ് ഈസ് ഹൈ ടൈം വി എന്ന് പറഞ്ഞ നൗൺ അല്ല, പ്രൊനൗൺ വന്നു. അവിടെ ഒരു കളക്റ്റീവ് നൗൺ വന്നു, അവിടെ നമ്മൾ റീച്ച് V2 എടുത്തു. ഇറ്റ് ഈസ് അബൌട്ട് ടൈം യു എന്ന് പറഞ്ഞു വന്നു, നൗൺ വന്നു, സോ നമ്മൾ അവിടെ V2 എടുത്ത് ഗോട്ട് എന്ന് എടുത്തു. ഇറ്റ് ഈസ് അബൌട്ട് ടൈം ഐ എന്ന് പറഞ്ഞ നൗൺ വന്നു, സോ കംപ്ലീറ്റഡ്. ഇവിടെ ഐ എന്നൊന്നും ഇല്ലായിരുന്നെങ്കിൽ കംപ്ലീറ്റ് എന്ന് മതിയായിരുന്നു. നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ടൈപ്പ് 3-ലെ 4 വന്നു കഴിഞ്ഞാൽ ING ചേർക്കണം. ഇറ്റ് ഈസ് ടൈം 4 എന്ന് വന്നു,
അതുകൊണ്ട് ഇവിടെ V2 അല്ല എടുക്കണ്ടേ, ING ചേർത്തിട്ടുള്ള ലേണിംഗ് എന്ന് എടുക്കണം. ഇറ്റ് ഈസ് ടൈം ഫോർ വന്നു, സോ ഗെറ്റിംഗ് ING ചേർത്തിട്ടുള്ള എടുക്കണം. അപ്പം ഇംഗ്ലീഷ് മനസ്സിലാവുന്ന രീതിയിൽ ഇതുപോലെ നോട്ടുകളുണ്ട്. വുഡ് യു മൈൻഡിന്റെ നോക്കണം, വുഡ് യു, ഡു യു, കുഡ് യു. ഇതിന് ശേഷം നമ്മൾ സാധാരണ V1 ആണ് ചേർക്കാറുള്ളത്, ബേസ് ഫോം ആണ് ചേർക്കാറുള്ളത്. മൈൻഡ് പ്ലസ് ജെറണ്ട് പറഞ്ഞു. വുഡ് യു മൈൻഡിന് ശേഷം ING. നിങ്ങൾ പറഞ്ഞ വുഡ് യു മൈൻഡ്, ഡു യു മൈൻഡ് എന്ന് കഴിഞ്ഞാൽ അതിനുശേഷം ING ഫോം ആണ് വരേണ്ടത്. എന്നാൽ വുഡ് യു മൈൻഡ് അതിനോടൊപ്പം ഒരു ഈഫ് ഉണ്ടെങ്കിൽ പ്ലസ് ഒരു ഈഫ് വന്നാൽ V2 ആകും. എന്നാൽ ഡു യു മൈൻഡ് ഈഫ് വന്നു കഴിഞ്ഞാൽ V1ലേക്കാണ് ചേഞ്ച് ആകുന്നത്. ഇവിടെ ഞാൻ അതിന്റെ എക്സാമ്പിൾ എടുത്തിട്ടുണ്ട്. വുഡ് യു ലെൻഡ് മീ യുവർ പെൻ, V1 വന്നാൽ മതി. കാരണം ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് വുഡ് യുവിനോടൊപ്പം ഡു യുവിനോടൊപ്പം അല്ല V1 ചേർത്താൽ മതി. വുഡ് യു മൈൻഡ് വന്നാൽ മൈൻഡിനോടൊപ്പമാണ് ING ചേർക്കേണ്ടത് കേട്ടോ. അപ്പൊ വുഡ് യു ലെൻഡ് മീ യുവർ പെൻ, കുഡ് യു ലെൻഡ് മീ യുവർ പെൻസിൽ എന്നാണ് വരേണ്ടത്. അടുത്ത എക്സാമ്പിൾ വുഡ് യു മൈൻഡ്, മൈൻഡ് എന്നൊരു വേർഡ് വന്നു, സോ ING ലെൻഡിങ് കേട്ടോ. ഡു യു മൈൻഡ്, മൈൻഡ് വന്നു, ലെൻഡിങ് ING ചേർത്ത് വരണം. ഇവിടെ മൈൻഡിന് ശേഷം ഈഫ് വന്നു. ഈഫ് വന്ന ഏതാ റൂൾ വരുന്നത്? വുഡ് യു മൈൻഡ് ഈഫ് ആണെങ്കിൽ ഓപ്പൺ V2 വരണം. എന്നാൽ ഡു യു മൈൻഡ് ഈഫ് ആണെങ്കിൽ V1 ചേർത്താൽ മതി. സിറ്റ്, സാറ്റ് അല്ല വരുന്നത്, സിറ്റ് ആണ് വരേണ്ടത്. അപ്പൊ ഇംഗ്ലീഷിന്റെ റൂളുകൾ മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിൽ സിമ്പിൾ ആയിട്ടുള്ള ലോജിക്കിലൂടെയാണ്. യൂസർ നോക്കടാ, പതിവായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനു യൂസ് ടു വർക്ക് അറ്റ് നൈറ്റ്, യൂസർ ടുവിനോടൊപ്പം V1 ആണ് എപ്പോഴും ബേസ് ഫോം ആണ്. V1 ബേസ് ഫോം ആണ് എപ്പോഴും ചേർക്കേണ്ടത്. എന്നാൽ അതിനോടൊപ്പം ഒരു ബി ഫോം ഉണ്ടെങ്കിൽ ING ആണ് ചേർക്കേണ്ടത്. മനു ഈസ് യൂസ്ഡ്, കണ്ടോ, ഈസ് എന്നുള്ള ഒരു ബി ഫോം വന്നിട്ടുണ്ടെങ്കിൽ വർക്കിംഗ് എന്ന് വരണം. ഈസ് അവിടെ ഇല്ലായിരുന്നെങ്കിൽ മനു യൂസ്ഡ് ടു വർക്ക് എന്ന് മതിയായിരുന്നു. ഈസ് വന്നതുകൊണ്ട് വർക്കിംഗ് എന്ന് വരും. ആർ എന്ന് വന്നതുകൊണ്ട് വെയിറ്റിംഗ് എന്ന് വരും. ആർ ഇല്ലായിരുന്നുവെങ്കിൽ വെയിറ്റ് എന്ന് മതിയായിരുന്നു. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലാക്കാനായിട്ട് ഇത് നമുക്ക് ഇങ്ങനെ റൂളുകൾ തരം തിരിച്ചെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ആയിരിക്കും നമ്മുടെ ക്ലാസ്സിന്റെ ഒരു സ്ട്രക്ചർ പോകുന്നത്. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും നമ്മളോട് ചോദിക്കാം. സംശയമെല്ലാം ക്ലിയർ ചെയ്ത് എല്ലാ സബ്ജക്റ്റും ക്ലിയർ ചെയ്താണ് നമ്മുടെ ക്ലാസ്സുകൾ പോകുന്നത്. ഇതെല്ലാം നിങ്ങൾക്ക് ഉപയോഗപ്രദമാകട്ടെ. വരും ദിവസങ്ങളിലുള്ള പുതിയ ബാച്ചുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഫെബ്രുവരി 15 ശേഷം ഇതേ ക്ലാസ്സുകൾ കണ്ടിന്യൂ ചെയ്താണ് പോകുന്നത്. താല്പര്യമുള്ളവർക്ക് എല്ലാവർക്കും ജോയിൻ ചെയ്യാം. നമ്മുടെ ക്ലാസ്സിന്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ്. യാതൊരു സംശയമില്ലാത്ത രീതിയിൽ ക്ലാസ്സുകളെ നന്നായിട്ട് കൊണ്ടുപോകാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ തയ്യാറാണെങ്കിൽ ഒരു ജോലി നേടിത്തരുവാൻ കഴിയുന്നത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യും. പിന്നെ ഒരു കാര്യമുണ്ട്, ഏത് സ്ഥാപനത്തിൽ പഠിക്കുന്നു എന്നുള്ളതല്ല, നിങ്ങൾ തയ്യാറാണോ എന്നുള്ളതാണ് ചോദ്യം. നിങ്ങൾ തയ്യാറാണ് എങ്കിൽ അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്യാനായിട്ട് ഫുൾ ഫെസിലിറ്റീസ് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാവും. അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും. നമ്മുടെ 249 ഫീസ് വരുന്നത്. പിന്നെ നിങ്ങൾക്ക് ഹൈലി സാറ്റിസ്ഫൈഡ് ആയിട്ട് തന്നെ ക്ലാസ്സുകൾ കൊണ്ടുപോകും. കാരണം മറ്റൊന്നല്ല നമ്മൾ നോക്കുന്നത്, കൃത്യമായ റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാവണം എന്നുള്ള രീതിയിലാണ് നമ്മുടെ ക്ലാസ്സുകൾ പോകുന്നത്. എല്ലാവരും ആത്മാർത്ഥതയോടെ പഠിക്കുക. നമ്മുടെ ക്ലാസ്സുകളെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രീവിയസ് അഡ്വർടൈസ്മെന്റ് നമ്മുടെ നമ്പർ ഉണ്ട്. നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ വാട്സ്ആപ്പ് മെസ്സേജ് അയച്ചാൽ കൂടുതൽ ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യാം എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക. അപ്പൊ തരുന്ന ക്ലാസ്സുകൾ വീക്കിലി ഉള്ള ക്ലാസ്സുകളാണ്. നമ്മൾ 5 ക്ലാസ്സിൽ 4 ക്ലാസ് 5 ക്ലാസ് ആണ് ഒരു വീക്കിലി കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അതിൽ കൂടുതൽ ക്ലാസ്സുകൾ കൊടുക്കാനാണ് നമ്മൾ ശ്രമിക്കാറുള്ളത് കേട്ടോ. പരമാവധി മാക്സിമം കൂടുതൽ ക്ലാസ്സുകളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഒരു 6 മാസം കൊണ്ട് ഏകദേശം കോഴ്സ് കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ അത്രയും നാൾ കൊണ്ട് നിങ്ങൾക്ക് ഫുൾ സിലബസ് കവർ ചെയ്യുന്ന രീതിയിലായിരിക്കും ക്ലാസ്സുകൾ വരാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിന് മുൻപ് തീർത്തിട്ട് റിവിഷൻ തരാമെന്നാണ് ആഗ്രഹിക്കുന്നത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഒക്കെ വെച്ചിട്ട് മാക്സിമം ആ ഒരു രീതിയിലായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ ഇനിയാണെങ്കിലും മുൻപോട്ട് പോകുന്നത്. നിങ്ങളത് മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ, നിങ്ങൾ 6 മാസം പഠിച്ചാലും നിങ്ങൾക്ക് ഫീസിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ടെൻഷൻ അടിക്കേണ്ട വരത്തില്ല. നമ്മൾ 2000 ഒന്നും കൂട്ടി വരുന്നില്ല, 249 ആണ് വെറും ഫീസ് വരുന്നത്. നിങ്ങൾ അത് മനസ്സിലാക്കുക. നമ്മളുടെ ഫീസ് ഏകദേശം 1500 രൂപയിൽ നിങ്ങളുടെ കോഴ്സ് 6 മാസം പഠിച്ചാൽ പോലും നിങ്ങൾക്ക് അത് കംപ്ലീറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളത് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഞാൻ പറയുന്നത്, നിങ്ങൾ പഠിക്കാൻ തയ്യാറാണോ എങ്കിൽ പഠിപ്പിക്കാനായിട്ട് നമ്മൾ തയ്യാറാണ്. സോ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. നല്ലൊരു വിജയം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കുണ്ടാവട്ടെ. സഹകരണ എക്സാം ഒരിക്കലും നിസ്സാരമായിട്ട് കാണുകയും ചെയ്യരുത്. കോമ്പറ്റീഷൻ കൂടി വരികയാണ്. അതുകൊണ്ട് കൃത്യമായിട്ട് എല്ലാം അനലൈസ് ചെയ്ത് നിങ്ങൾ പഠിക്കുക. മാത്സിന്റെ ക്ലാസ്സുകളാണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് എന്നുള്ളത് ഓർക്കുക. ഫെബ്രുവരി 15 ശേഷം പുതിയ ക്ലാസ്സുകളിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതിയാവും. സോ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. എല്ലാവർക്കും നല്ല വിജയം ഉണ്ടാവട്ടെ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു ഓൾ ആൻഡ് താങ്ക് യു.